ഹായ് ഗൈസ്, ഏതൊരു പ്രശ്നം മിഡിൽ ഈസ്റ്റിൽ വരികയാണെങ്കിൽ അവിടെ അമേരിക്കേന്റെ പേരും അതുപോലെ തന്നെ ഇറാന്റെ പേരും എപ്പോഴും ഉയർന്നു വരുന്ന രണ്ട് പേരുകളാണ്. അതായത് മിഡിൽ ഈസ്റ്റിലെ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും അമേരിക്ക ആദ്യം പറയുന്ന ഒരു പേരും കൂടിയാണ് ഇറാനാണ് ഇതിന്റെ പിന്നിലെ കാരണം എന്ന്. അത് മാത്രമല്ല, ഈ മിഡിൽ ഈസ്റ്റിലെ പ്രധാന പ്രശ്നങ്ങൾ നടക്കാനുള്ള പ്രധാന കാരണം ആരാന്ന് ചോദിച്ചാൽ ഈ ഹിസ്ബുള്ള, ഹമാസ്, ഹൗത്തി ഇങ്ങനെയുള്ള തീവ്രവാദി സംഘടനകളും. അപ്പോൾ ഇവരെയൊക്കെ ആരാണ് ബാക്കപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേ ഇറാനുമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അതായത് അമേരിക്കയും ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യം ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു തരത്തിൽ ഒരു വിവരം ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ പോലും അതായത് അമേരിക്കയും ഇറാനും ശത്രുക്കളാണെന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇത്രമാത്രം വലിയ ശത്രുക്കളായെന്ന് നിങ്ങൾക്ക് അറിയുമോ? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യാൻ പോകുന്ന. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ എടുക്കാം. ഒരേ ഒരു കാര്യം മാത്രം, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ട്, അതായത് എങ്ങനെയാണ് ഇറാന്റെ മാറ്റങ്ങൾ സംഭവിച്ചത്. ആദ്യം ഇറാനെ ഫുള്ളായും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന, എങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തോ അതേപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അമേരിക്ക പിന്നെ ഇറാനെ എങ്ങനെയാണ് ശത്രു രാജ്യമായി മാറ്റിയത്, അതുപോലെ തന്നെ അതിന്റെ കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇനി തേർഡ് പാർട്ട് വീഡിയോ ഉണ്ട്. തേർഡ് പാർട്ട് വീഡിയോയിലാണ് അതായത് ഇറാനിൽ അടുത്ത് ഡൊണാൾഡ് ട്രംപ് വന്നുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ താഴെ പ്ലേലിസ്റ്റ് ആയി കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്ന് സൗദി അറേബ്യ, ഒന്ന് ഇറാൻ, അതുപോലെ തന്നെ തുർക്കി. പക്ഷെ ഇതിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ അതായത് ഇവർ തമ്മിൽ ഒരു കോൾഡ് വാർ, അതായത് അറബ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സൂപ്പർ പവർ ആരായിരിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒന്നെങ്കിൽ സൗദി അറേബ്യ, ഒന്നെങ്കിൽ ഇറാൻ. അപ്പോൾ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിനെ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് അമേരിക്കയുടെ ഫുൾ പിൻബലമുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഓയിൽ റിസോഴ്സസും അങ്ങനെ എല്ലാ കാര്യങ്ങളും ബാക്കപ്പ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഇതേ അമേരിക്കയാണ്. പക്ഷെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നോക്കുകയാണെങ്കിൽ അതായത് ഒരു സൂപ്പർ പവറായ അമേരിക്ക ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു രാജ്യവും അങ്ങനെ എല്ലാ രീതിയിലും അതായത് എക്കണോമി പരമായിട്ടും അങ്ങനെ എല്ലാ രീതിയിലും ഒരു തരത്തിലും മുന്നേറ്റമില്ലാത്ത ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള മത്സരത്തിന്റെ പിന്നിലാണ് യഥാർത്ഥ ജിയോ പൊളിറ്റിക്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതായത് നല്ല രീതിയിൽ അതായത് ഡെവലപ്പ് ആയിക്കൊണ്ടൊക്കെ വന്നുകൊണ്ടിരുന്ന രാജ്യമാണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സമയത്തും പ്രീ ഇൻഡിപെൻഡൻസ് സമയത്തും ഒക്കെ ഇവർക്ക് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ 1970 ആ ഒരു കാലഘട്ടങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്ലാമിക് റെവല്യൂഷൻ വരികയും അതിനുശേഷമാണ് പിന്നീട് ഇറാന്റെ ഈ ഗതി തന്നെ മാറ്റിയത്. അപ്പോൾ ഈ ഒരു ഇസ്ലാമിക് റെവല്യൂഷൻ വന്നതിന് ശേഷം ഇതേ അമേരിക്ക ഇത് ഇറാനെ തന്നെയായിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് മാറിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1979 അതായത് മുഹമ്മദ് ഷാ എന്ന് പറയുന്നത് അതായത് ഇറാന്റെ അപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്ന അതായത് മുന്നേ ഭരിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് ഷാ എന്ന് പറയുന്ന അദ്ദേഹം ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടി അമേരിക്കയിലോട്ട് പോകുന്നു. അപ്പോൾ ഇറാനിൽ പുതിയതായിട്ട് ഇസ്ലാമിക് റെവല്യൂഷൻ വന്നുകൊണ്ട് തന്നെ അപ്പോൾ അവർ ആവശ്യപ്പെടുകയാണ് അതായത് ഷാനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം, അതായത് ഇവിടെ കുറെ പ്രോസിക്യൂഷനും കാര്യങ്ങളെല്ലാം നടത്താനാണെന്ന്. പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് ഈജിപ്തിലോട്ട് പോകുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഇറാനിലുള്ള റെവല്യൂഷനുള്ള ആൾക്കാർ വിചാരിക്കുന്നു ഇത് അമേരിക്ക ഇവരെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുകയും അത് മാത്രമല്ല അമേരിക്കൻ എംബസി അതായത് ഒരു രാജ്യത്ത് പോയി ഒരു എംബസിനെ അറ്റാക്ക് ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതായത് അത് അറ്റാക്ക് ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ് അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുന്ന പോലെയാണ്. അങ്ങനെ ഇറാന്റെ ഉള്ളിലുള്ള എംബസിനെ കയറി അവിടെയുള്ള ഈ കൊമേനി റെജീമിലുള്ള ആൾക്കാരും അവരുടെ ഫോളോവേഴ്സും അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്ത മാത്രമല്ല അതായത് ഇന്ന് ഹമാസ് എങ്ങനെ ഇസ്രായേലിലുള്ള ജനതയെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ അതേപോലെ തന്നെ അവിടെയുള്ള അതായത് ഹോസ്റ്റേജസിന് മൊത്തം ഇവർ പിടിച്ചെടുത്തു വെക്കുന്നു. പിന്നീട് അമേരിക്ക പലതരത്തിലുള്ള തർക്കങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് പ്രഷർ എല്ലാം കൊടുത്തെങ്കിലും ഇറാൻ ആ ഒരു സമയത്ത് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവർ അതിനൊന്നും വഴങ്ങിയില്ല. ഏകദേശം 444 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതായത് 1981 അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായ റൊണാൾഡ് റീഗൻ എന്ന് പറയുന്ന അദ്ദേഹം പദവിയേക്കുന്ന ആ ഒരു സമയമായി കഴിഞ്ഞപ്പോൾ 52 ഹോസ്റ്റേജസിന് വിട്ടുകൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയം തൊട്ടാണ് അമേരിക്കയിലെ ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങി അതായത് ഇറാൻ എന്ന് പറയുന്നതും അതായത് ഈ മുസ്ലിം രാജ്യം തീവ്രവാദത്തിനെയാണ് വളർത്തുന്നത്, ഞങ്ങളുടെ 52 ഹോസ്റ്റേജസിനെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്ന ആദ്യത്തെ വലിയൊരു സ്പ്ലിറ്റ് ഇവിടെ നിന്നാണ് ഇവർ തമ്മിൽ സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ 1980 നോക്കുകയാണെങ്കിൽ ഇറാൻ വേഴ്സസ് ഇറാഖ് എന്ന് പറയുന്ന യുദ്ധം നടക്കുകയാണ്. ഏകദേശം 10 ലക്ഷം ആൾക്കാരോളം മരണപ്പെട്ട അത്രയും വലിയൊരു യുദ്ധത്തിൽ അതായത് ഇറാഖിനെയാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇറാഖിലായിട്ടാന്ന് വെച്ചാൽ അന്ന് സുന്നി മുസ്ലിംസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിനെയാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്തത്. പിന്നീട് 1988 അതായത് മിഡിൽ ഈസ്റ്റിൽ വെച്ച് അമേരിക്ക ഒരു ഫൈറ്റർ ജെറ്റ്സ് അല്ലെങ്കിൽ ഒരു വിമാനത്തിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു. അപ്പോൾ ആ വിമാനം ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയപ്പോൾ അമേരിക്ക പറഞ്ഞത് അതായത് അതൊരു എനിമിയുടെ വിമാനമാണെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഇറാനിൽ നിന്ന് മെക്കയിലോട്ട് പോയിക്കൊണ്ടിരുന്ന
അതായത് പിൽഗ്രിംസ് ആയിരുന്നു എന്നും പറയപ്പെടുന്നു. അപ്പോൾ ആ ഒരു വിമാനത്തിനാണ് അമേരിക്ക ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയത്. ഇതിൽ ഇറാന്റെ ഏകദേശം 290ഓളം ആൾക്കാർ മരണപ്പെട്ടു. അപ്പോൾ ഇതിനുശേഷം അമേരിക്ക ഒരു സോറി പോലും ചോദിച്ചില്ല. അതായത് ഇതൊരു ഫാൾട്ട് ആയിട്ട് സംഭവിച്ചാണ്, അത് വിട്ടുകളഞ്ഞേക്ക് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് സോറി പോലും മര്യാദയ്ക്ക് അപ്പോളജൈസ് ചെയ്തില്ല എന്ന് പറയുന്ന ഒരു വലിയൊരു വിമർശനം ഇന്നും ഇറാന്റെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഇറാനും അമേരിക്കയുമായിട്ടുള്ള പ്രശ്നം വീണ്ടും ഡെവലപ്പ് ചെയ്തു. പിന്നീട് 2002 നമ്മൾ നോക്കുകയാണെങ്കിൽ ജോർജ് ബുഷ് അമേരിക്കൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ ഇറാൻ, ഇറാഖ് അതുപോലെ തന്നെ നോർത്ത് കൊറിയ ഈ 3 രാജ്യങ്ങളും ഡെവിൽ അല്ലെങ്കിൽ ഈവിൾ വളർത്തുന്ന രാജ്യമാണ്, ടെററിസം വളർത്തുന്ന രാജ്യമാണെന്ന് ഓപ്പൺ ആയിട്ട് അമേരിക്കൻ സഭയിൽ തന്നെ കോൺഗ്രസിൽ തന്നെ പറയുകയും ഇത് ഇറാനിലുള്ള ജനങ്ങൾ തന്നെ അതായത് അമേരിക്കനോടുള്ള അതായത് ഫ്രണ്ട്ഷിപ്പ് എല്ലാം വേണ്ട, നമ്മളെ തന്നെ ഒരു ടെററിസം എന്ന് പറഞ്ഞല്ലോ, ഇനി അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതേ വർഷങ്ങളിൽ തന്നെ 2000 ആ ഒരു കാലഘട്ടങ്ങളിൽ തന്നെ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ സ്വന്തമായി ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലും അതായത് അമേരിക്കയ്ക്കും ബ്രിട്ടനും ഈ ഇൻഫർമേഷൻ കൃത്യമായി കിട്ടുകയും ഇവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതായത് കുറേയധികം എക്കണോമിക് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ തുടങ്ങി ഇറാന്റെ അടുത്ത്. കാരണം ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു കാര്യമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അതായത് എക്കണോമിക് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തില്ലെങ്കിൽ ഇറാൻ ഒരുപക്ഷെ ന്യൂക്ലിയർ രാജ്യം ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതായത് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഒരേ ഒരു ന്യൂക്ലിയർ രാജ്യം മാത്രമേ ഉള്ളൂ, അതായത് ഇസ്രായേൽ. അപ്പോൾ ഇന്ന് ഇസ്രായേലിന് എപ്പോൾ വേണമെങ്കിലും ഇറാനിൽ കയറി അറ്റാക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഇറാന്റെ ഏത് സ്ഥലം വേണമെങ്കിലും പോയി ടാർഗറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഫുൾ ഫ്രീഡം കിട്ടുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇറാന്റെ അടുത്ത് ന്യൂക്ലിയർ വെപ്പൺ ഇല്ല. പക്ഷെ വൺസ് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്തു എന്നുള്ളൊരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് ഇന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലൊന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം 2 ന്യൂക്ലിയർ വെപ്പൺ ഉള്ള രാജ്യങ്ങൾ ഒരിക്കലും അതായത് യുദ്ധം പോകുന്നത് ഒരു രാജ്യവും അതായത് സപ്പോർട്ട് ചെയ്യില്ല. കാരണം അത് പിന്നീട് അതായത് ഏതെങ്കിലും ഒരു രാജ്യം തോൽക്കുന്ന ഒരു സാഹചര്യത്തോട്ട് പോവുകയാണെങ്കിൽ മറ്റു രാജ്യം അവിടെ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കും. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ വെപ്പണിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും ഒരു പേടിയുണ്ട്. അതായത് ഇറാൻ ന്യൂക്ലിയർ വെപ്പണിലോട്ട് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ പറയുന്നത് കേൾക്കാതെയാവും. അതുപോലെ തന്നെ ഇസ്രായേലിനും അവിടെയുള്ള അതായത് അവരുടെ സ്റ്റെബിലിറ്റി വളരെ കുറയാൻ തുടങ്ങും, അതായത് പേടി കൂടാൻ തുടങ്ങും. അതായത് ഇറാൻ എന്തെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും ഡയറക്റ്റ് അറ്റാക്കുകൾ അതായത് മറ്റു രാജ്യങ്ങളൊന്നും വരാതെയാവും. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇറാനും മാത്രമല്ല അതായത് മിഡിൽ ഈസ്റ്റിൽ വേറെ ഒരു രാജ്യത്തിനും ന്യൂക്ലിയർ വെപ്പൺ വേണ്ട എന്നുള്ള രീതിയിലാണ് എക്കണോമിക് സാങ്ഷൻസ് ഇവർ ഇമ്പോസ് ചെയ്യുന്നത്. 2013 ആയി കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ പുതിയതായിട്ട് ഇറാനിൽ വന്ന പ്രസിഡന്റും അതുപോലെ തന്നെ ബറാക് ഒബാമയുമായിട്ട് ടെലിഫോണിൽ സംസാരിക്കുന്നു. ഇത് ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇറാൻ പ്രസിഡന്റും കൂടെ പിന്നീട് സംസാരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ബറാക് ഒബാമയും അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റും കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് എന്ന് വന്നേ 2015 UK, റഷ്യ, ബ്രിട്ടൻ, ചൈന അതുപോലെ തന്നെ ഇറാൻ എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അമേരിക്ക ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാണ്. അപ്പോൾ ഈ എഗ്രിമെന്റ് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇനി അതായത് ഇറാൻ ഈ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോജക്റ്റിൽ നിന്ന് അവർ നിൽക്കില്ല. അതായത് ന്യൂക്ലിയർ വെപ്പൺ അവർ ഡെവലപ്പ് ചെയ്യില്ല, മറ്റു കാര്യങ്ങളെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോകാം. ഇതിന് പകരമായിട്ട് ഇറാൻ ചോദിച്ച ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ അതായത് മുൻപ് 2002 അവർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എക്കണോമിക് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തു. അപ്പോൾ തന്നെ അവരുടെ എക്കണോമി താഴോട്ട് പോയി. അപ്പോൾ ആ ഒരു എക്കണോമി വീണ്ടും റീഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എക്കണോമിക് സാങ്ഷൻസ് എടുത്തു കളയാം എന്നുള്ള രീതിയിൽ അങ്ങനെ അമേരിക്കയും എഗ്രിമെന്റ് ചെയ്ത് 2015 ആയപ്പോൾ തന്നെ കുറെ രീതിയിലുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്ത് അവർ കുറെ സാങ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുത്തു. പക്ഷെ അപ്പോഴാണ് നമ്മുടെ പുതിയ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വരുന്നത്. ട്രംപ് വന്നു കഴിഞ്ഞതും അതായത് ഇറാനെ ഏറ്റവും വലിയൊരു ശത്രു രാജ്യമായി കാണുകയും അങ്ങനെ 2014 ട്രംപ് വന്നതിന് ശേഷം 2018 ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഈ എഗ്രിമെന്റിൽ നിന്ന് ട്രംപ് തന്നെ പുറത്തോട്ട് വരുന്നു. അതായത് ഈ ഇറാന്റെ എഗ്രിമെന്റിൽ നിന്ന് ട്രംപ് തന്നെ സ്വമേധയെ പുറത്തു വന്നതിന് ശേഷം വീണ്ടും അതായത് 40% കൂടെ കൂടുതൽ അതായത് 20 വർഷങ്ങൾ 40% സാങ്ഷൻസ് ഇമ്പോസ് ചെയ്ത് ഇതേ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാങ്ഷൻസും കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എക്കണോമി കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടായി. ഇന്ന് $1 എന്ന് പറയുന്നത് ഇറാൻ റുപ്പിയിൽ ഏകദേശം 42,000 റിയാലാണ്. അത്രമാത്രം താഴോട്ട് അവരുടെ എക്കണോമി താഴോട്ട് പോയി. അപ്പോൾ ഇന്ന് ഇറാന് അതായത് എന്തെങ്കിലും കഴിയണമെങ്കിൽ അതായത് ഇന്ന് ഇറാന്റെ സിറ്റുവേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ 20% അവിടെ ആൾക്കാര് ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. ഇനി അടുത്ത 2 വർഷം കൊണ്ട് 40% അത് വർദ്ധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ എക്കണോമി ഓരോ ദിവസമായി ഡൗണിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല അതായത് വീണ്ടും വന്നിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അപ്പോൾ ട്രംപ് വീണ്ടും റീഎലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ എക്കണോമിക് സാങ്ഷൻസ് എല്ലാം തന്നെ ജോ ബൈഡൻ കുറച്ച് എടുത്തു കൊടുത്തിരുന്നു. അത് വീണ്ടും ഇമ്പോസ് ചെയ്യാനും സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇറാന്റെ ഒരു ഡാർക്കർ ഏജിലാണ് ഇനി കടന്നു പോകാൻ പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ 3rd വീഡിയോയിൽ നോക്കാം. സീ യു നെക്സ്റ്റ് വീഡിയോ.